യെസ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ ഭാഗത്തെല്ലാം കണ്ടുവരുന്ന നെയ്പ്പത്തിലും അതിൻ്റെ കൂടെ കഴിക്കാൻ ഫിഷ് മപ്പാസുമാണ്. ഇത് രണ്ടും ഒരു കോമ്പിനേഷനാണോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കി കഴിക്കുന്നവരെ വലിയ ധാരണയില്ലേനു. ടേസ്റ്റ് ഉണ്ടാവും ഇല്ലയോ എന്നുള്ള രീതിയിലേനു ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഈ സാധാ നെയ്പ്പത്തിലിന് ബീഫ് ചിക്കനും മാത്രമല്ല, ഇത് തേങ്ങാപ്പാലുണ്ടാക്കുന്ന ഈ മപ്പാസ് കറി നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് നമുക്ക് തോന്നിയത്. അതിനായി ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി, എൻ്റെ ഒരു 600 ഗ്രാമോളമുള്ള മീനാണ്. അതിനായി ഞാൻ 1 സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഇട്ട് കുറച്ച് ഒരു 2 സ്പൂണ് വെള്ളം ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി. അതിലേക്ക് ഞാനിപ്പോൾ എടുത്തത് പുഴമീനാണ്. എനിക്കിവിടെ കിട്ടിയത് പുഴമീനായതുകൊണ്ട് ഞാനതെടുത്ത് ഇതിലേക്ക് കുറച്ച് വലിയ മീനുകളെല്ലാം കുറച്ചും കൂടി നല്ല രസമുണ്ടാവും. നെയ്മീൻ, അയക്കൂറ അങ്ങനത്തെ എല്ലാം മീനിലാക്കിയാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. കിളിമീനെല്ലാം ആക്കിയാൽ നല്ലൊരു കൂടുതൽ രസം ഉണ്ടാവും. പക്ഷേ എനിക്കിവിടെ ഈ മീൻ കിട്ടിയതുകൊണ്ട് ഞാനിപ്പോൾ ഈ മീൻ, ഇതൊരു കരിമീനെല്ലാം പോലത്തെ ഒരു ടേസ്റ്റാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. കരിമീൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് ഉള്ള മീനാണ്. നല്ല രസമുണ്ടായിരുന്നു. കറിയെല്ലാം കൂടി നല്ല അടിപൊളിയായിരുന്നു. അതിനായി ഞാൻ ഇത് മസാലയെല്ലാം ഒന്ന് മീനെല്ലാം ഇട്ട് മസാലയെല്ലാം ഒന്ന് മിക്സാക്കി ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച്, മസാലയെല്ലാം ഒന്ന് മീനിലേക്ക് പിടിക്കേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് സമയമുള്ളവർക്ക് അങ്ങനെ മൂടി വെക്കാം. ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് സമയമുള്ളതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് അതവിടെ മൂടി വെച്ച് ഒന്നെല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം ഞാനൊരു തവ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതൊന്ന് പൊരിച്ചെടുത്ത്, അതായത് വറുത്ത് കോരിയെടുത്ത് ചെറിയ രീതിയിൽ ശാലോ ഫ്രൈ എല്ലാം ചെയ്തെടുത്ത് നന്നായി കരിച്ച് പൊരിക്കാണ്ട് ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ കോരി മാറ്റി ആ ഒരു രീതിയിലാക്കിയിട്ട് എടുത്ത്, അതിന് നല്ല ഒരു ചെറിയൊരു കളറ് ബ്രൗൺ കളർ വന്നേരം ഞാൻ ഈ ഒരു രീതിയിൽ കോരി മാറ്റിയെടുത്ത്. അതിന് ശേഷം ഞാൻ ചെറിയൊരു പാത്രം വെച്ച് ആ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഞാനൊരു മീഡിയം സൈസ് ഉള്ളിയും ഒരു ചെറിയൊരു തക്കാളി, ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് മുറിച്ച് മാറ്റി വെച്ചു. എന്നിട്ട് ഞാനൊരു പാത്രം വെച്ച് അത് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു 3 സ്പൂൺ ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായതിന് ശേഷം ഞാൻ മുറിച്ച് മാറ്റി വെച്ച് ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം അതിലേക്കിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് മൂടി വെച്ച്, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് അതിൻ്റെ പാൽ എടുത്ത് വെച്ചിന്. അതായത് 1-ാം പാലും കുറച്ച് കട്ടിക്കുള്ള 1-ാം പാലും പിന്നെ സെപ്പറേറ്റ് ആക്കിയിട്ട് 2-ാം പാലും എടുത്ത് മാറ്റി വെച്ചിരുന്നു. 2 സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ മാറ്റി വെച്ച് അതൊന്ന് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതൊരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് വാടി ഒരു ചെറിയൊരു ബ്രൗൺ കളറായി. അതൊന്ന് ഇളക്കി അതിലേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് ആ തക്കാളി ഇട്ട് ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടി അടച്ച് മൂടി വെച്ച് ആ തക്കാളിയെല്ലാം ഒന്ന് അടിഞ്ഞ് ഉള്ളിയെല്ലാം ഒന്ന് സെറ്റായി ഒന്ന് കൊഴിഞ്ഞ് നിൽക്കുന്ന രൂപത്തിലേക്ക് മാറി. എന്നിട്ട് അതൊന്ന് എല്ലാം കൂടി ഒന്ന് വെന്ത് കുറച്ചൊരു ബ്രൗൺ കളറായതിനു ശേഷം കുറച്ച് മഞ്ഞൾ പൊടി, അതേപോലെ തന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് മുളക് പൊടി, ഇത് 3 ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി. അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഈ 2-ാം പാല്, അതായത് ഫസ്റ്റ് എടുത്ത് വെച്ച 2-ാം പാല് അതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത് രണ്ടും ഇട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട്, ഞാൻ ഉപ്പ് നോക്കിയാലും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടേനു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് തിള വരുന്നവരെ കാത്തു നിന്ന് ആ തിള വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ പൊരിച്ച് മാറ്റി വെച്ച മീനിട്ട് ആ മീനൊന്ന് ഇതിലേക്ക് സെറ്റാകുന്ന ഒരു 2 സെക്കൻഡ്, ഒരു 3 സെക്കൻഡ് ഒന്നുകൂടി ഒന്ന് അടച്ച് മൂടി വെച്ച് അതൊന്ന് 2-3 സെക്കൻഡ് ഒന്ന് കുറുകി വന്ന് 2-3 സെക്കൻഡ് ആകുമ്പോൾ തന്നെ അതൊന്ന് കുറുകി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 1-ാം പാൽ ഒഴിച്ച് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഇളക്കി. കട്ടിങ്ങനെ മൊത്തത്തിൽ ഇളക്കിയാൽ മീനെല്ലാം പൊട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിലൊന്ന് ഇളക്കി ഉപ്പെല്ലാം നോക്കി എല്ലാം ഒന്ന് സെറ്റാക്കി അതിലേക്ക് ഒരു കുറച്ച് ഗാർണിഷിന് ഒരു ചെറിയൊരു കറിവേപ്പിലയും ഒരു 2-3 കഷ്ണം തക്കാളി മുറിച്ച്
2 മിനിറ്റിന് ശേഷം അതവിടെ ഇറക്കി വെച്ച് കറി റെഡി. ഇനി നമുക്ക് അടുത്തതായി നെയ്പ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാൻ കുറച്ച് 1 കപ്പ് തേങ്ങ, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് ചെറിയ ജീരകം, അതുപോലെ ഒരു മീഡിയം സൈസ് ഉള്ളി. അതിൻ്റെ കൂടെ ഞാൻ ഒരു 6 മണിക്കൂർ മുന്നേ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച ചോറ് വെക്കുന്ന അരി, അതൊരു 6 മണിക്കൂർ മുന്നേ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക. അതും ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ച് ഒരു ഫൈൻ രൂപത്തിൽ അരക്കണം. ചെറിയൊരു തരിതരിപ്പിൽ അരച്ച് അതൊരു പാത്രത്തിലേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇടിയപ്പത്തിനും പത്തിരിക്കെല്ലാം ഉപയോഗിക്കുന്ന പൊടിയാണ്. ഞാൻ ഈ ഒരു രൂപത്തിലാകുന്നവരെ പൊടിയിട്ടിന് ഞാനൊരു 2 തവി ഇട്ടിന്. എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം കൂടിയതുകൊണ്ട് ഞാൻ 2 തവി ഇട്ട്, അല്ലെങ്കിൽ ഒരു തവി 1.5 തവിയോളം ഇടാം. ഈ ഒരു രൂപത്തിൽ ആകുന്നവരെ അതൊന്ന് കുഴച്ച് മാറ്റി വെക്കാം. എന്നിട്ട് അതൊരു റൗണ്ട് രൂപത്തിലാക്കി ചെറിയൊരു ഫോയിലർ പേപ്പറിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. തിന്നായിട്ട് പരത്താണ്ട് ചെറിയൊരു കട്ടിങ്ങിനെ തന്നെയാണ് പരത്തിയത്. എന്നിട്ട് ഒരു ചൂടായ എണ്ണയിലേക്ക് ആ പരത്തി വെച്ച മാവിട്ട് അതൊന്ന് പൊന്തി വരുന്നവരെ നിൽക്കുക. 2-3 സെക്കൻഡെല്ലാം ആകുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പൊന്തി വരും. അതൊന്ന് പൊന്തി വന്ന് ഒന്ന് മറിച്ചിട്ട് 2 ഭാഗം ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ കാത്തുനിന്ന് മുരിഞ്ഞതിന് ശേഷം അതൊന്ന് കോരി മാറ്റി. നല്ല അടിപൊളി നെയ്പ്പത്തിലാണ്. കാണാൻ തന്നെ നല്ല രസത്തിൽ, ഉള്ളെല്ലാം നല്ല രീതിയിൽ വെന്ത് നല്ല അടിപൊളി നെയ്പ്പത്തിലാണ്. അങ്ങനെ നെയ്പ്പത്തിൽ മപ്പാസ്, ഫിഷ് മപ്പാസ് കറിയും